ഞാൻ ക്ലോത്ത് കൊണ്ട് തയ്ച്ചെടുത്ത ഒരു ബാഗാണിത്. കുറച്ച് വ്യത്യസ്തമായിട്ട് തയ്ച്ചെടുത്ത. അപ്പോൾ ഈ ബാഗ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഈ ബാഗ് എങ്ങനെയാണ് തയ്ച്ചെടുക്കുക എന്നുള്ള വിധം ഞാൻ കാണിച്ചുതരാം. എൻ്റെ അടുത്തൊരു നല്ലൊരു പീസ് ഉണ്ടായിരുന്നു. ആ പീസ് കട്ട് ചെയ്തെടുത്ത് ഞാനൊരു ബാഗ് തയ്ച്ചു, ഒരു വ്യത്യസ്തമായിട്ടൊരു ബാഗ് തയ്ച്ച് നോക്കിയത്. അപ്പോൾ ഈ ബാഗ് നിങ്ങൾ എങ്ങനെയാണ് തയ്ക്കുക എന്നുള്ള വിധം ഞാൻ കാണിച്ചു തരാം. ഒരു ക്ലോത്ത് ബാഗ് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു പീസാണിത്. ഇതപ്പോൾ ആ പീസിനെ കൊണ്ട് ഞാൻ തയ്ക്കാതെ ഇതേമാതിരി സൈഡൊക്കെ വെട്ടിയെടുത്ത് 2 പീസുണ്ട്. ഇതേമാതിരി തന്നെ രണ്ട് സൈഡും വേണമല്ലോ. ഇതിപ്പോൾ ഒരു സൈഡാണ്. അപ്പോൾ ഒരു സൈഡ് അതിനെ കൊണ്ട് പിന്നെ അടുത്ത വേറൊരു പീസും കൂടെ ഉണ്ട്. ഇതേമാതിരി വേറൊരു പീസും കൂടെ ഉണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് വെച്ച് തയ്ക്കണം, അല്ലെങ്കിൽ ഇത് നൂലിങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നൂലെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ലൈനിങ് വെച്ച് കൊടുക്കുക. ലൈനിങ് വെച്ച് കൊടുത്തിട്ട് തയ്ക്കാൻ തുടങ്ങുക. ഇതേമാതിരി ഞാൻ ഒരു നല്ല തിക്കായിട്ടുള്ളൊരു പീസാണ് ലൈനിങ്ങിന് വേണ്ടിയിട്ട് എടുത്തത്. അപ്പോൾ ഈ ലൈനിങ് ഇതിൻ്റെ മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട്. 2 സൈഡിലും വെച്ച് ഒരു സൈഡിൽ നമുക്കൊരു പോക്കറ്റ് കൊടുക്കും ഉള്ളിൽ. അപ്പോൾ എന്തെങ്കിലും കാശൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് വയ്ക്കാൻ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇതേമാതിരി സിബ് വയ്ക്കണം. പോക്കറ്റ് ആദ്യം അടിച്ചിടും. അപ്പോൾ അതേമാതിരി ഇവിടെ തയ്ച്ചെടുക്കുക. ഇതേമാതിരി ഇവിടെയും ഇങ്ങനെ തയ്ച്ചെടുക്കുക. 2 സൈസ് സിബ് ഇതിൻ്റെ മുകളിൽ ഫിറ്റാക്കി എടുക്കണം. എന്നിട്ട് വേണം മറ്റേ ലൈനിങ് ക്ലോത്തിൻ്റെ അകത്ത് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഇവിടെ ഇത് സിബ് ഇതിൻ്റെ മുകളിൽ ക്ലോത്തിൻ്റെ മുകളിൽ ഫിറ്റായി എടുക്കുക. ഇതവിടെ അതേമാതിരി സ്റ്റിച്ച് ചെയ്യുക, അവിടെ ഇതേമാതിരി സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് ഈ ഒരു പോക്കറ്റ് ഉണ്ടാക്കി വയ്ക്കുക ആദ്യം. ഇത് അതേമാതിരി ഞാൻ സിബ് വെച്ച് അടിച്ചു കൊണ്ട് പോക്കറ്റ് 2 സൈഡിലും വെച്ചടിച്ചു. ഇതാ ഈ ഒരു ലൈനിങ്ങിൻ്റെ പീസ് ഉണ്ടാവും നമ്മൾ അടിക്കുന്ന ഒരു സൈഡിൽ വെച്ചെടുക്കുന്നത്. അതേമാതിരിയുള്ള ഈ ലൈനിങ്ങിൻ്റെ പീസിൻ്റെ അകത്ത് ഇതേമാതിരി തയ്ച്ച് കൊടുക്കുക. നടുക്കിൽ വെച്ചിട്ട് 4 സൈഡും തയ്ച്ച് കൊടുക്കുക. മടക്കിയിട്ട് വേണം. സൈഡ് മടക്കിയിട്ട് 4 സൈഡും ഇതിൻ്റെ മുകളിൽ ഫിറ്റാകും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇത് ഫിറ്റാകും. അപ്പോൾ അതൊരു പോക്കറ്റ് മാതിരി വരും. അപ്പോൾ അങ്ങനെ തയ്ച്ചെടുക്കുക. ഇത് അതേമാതിരി സിബ് വെച്ചിട്ട് തയ്ച്ചെടുത്തുകൊണ്ട് അവിടെ ഒരു പോക്കറ്റ് മാതിരി വന്നു. പോക്കറ്റ് മാതിരി വന്നു. ഈ പീസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തയ്ച്ച് വെച്ച ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഇതിനോട് കൂടിയിട്ട് ജോയിൻ്റ് ആക്കി. ഇതേമാതിരി ഈ ഭാഗം പടത്തൊക്കെ വെച്ചത് ഇതേമാതിരി വെച്ചിട്ട്, അപ്പോൾ ഇവിടെ പോക്കറ്റ് വരില്ല. ഇതേമാതിരി വെച്ചിട്ട് ഈ 4 സൈഡ് തയ്ച്ച് കൊടുക്കുക. അപ്പോൾ അത് ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കിക്കൊള്ളുക. ആദ്യം ഈ സൈഡ് ഇങ്ങനെ തയ്ച്ച് കൊണ്ടുവന്ന് പിന്നെ ഇവിടെ അങ്ങനെ തയ്ച്ച് കൊണ്ടുവന്ന് ഈ സൈഡ് ഫുള്ളായിട്ട് 4 സൈഡ് ഇതേമാതിരി തയ്ച്ചെടുക്കണം. അതിൻ്റെ മുകളിൽ അത് ഫിറ്റാവും. അപ്പോൾ അത് ഈ ഭാഗം ഇതേമാതിരി വരും കാണാനായിട്ട്. ഉൾവശം ഇതേമാതിരി ഉണ്ടാവും ചെയ്യും. പുറകുവശം കാണുന്ന സൈഡ് ഇത് അതേമാതിരി ഉണ്ടാവും. അങ്ങനെ അത് തയ്ച്ചെടുക്കുക. അവിടെ ഇത് നോക്കി, ഈ സൈഡ് ഞാനിത് 4 ഭാഗം തയ്ച്ചെടുത്ത് 4 സൈഡും തയ്ച്ച് ഇതിൻ്റെ മുകളിൽ ഹാൻഡിൽ പിടിപ്പിക്കുക. നമ്മുടെ ഇതേമാതിരി പകുതി മടക്കിയിട്ട് വീണ്ടും മടക്കുക. അതിൻ്റെ എടുത്തിട്ട് ഇവിടെ ബോർഡർ എടുക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഹാൻഡിൽ വയ്ക്കുക. കണ്ടോ, മാർക്ക് ഇവിടെ അതേമാതിരി മാർക്ക് ചെയ്യുക, ഇവിടെ അതേമാതിരി മാർക്ക് ചെയ്യുക. അങ്ങനെ ഹാൻഡിൽ ഞാൻ അതേമാതിരി തയ്ച്ചെടുത്തിട്ടുണ്ട്. തുണി വെച്ചിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പം
ഈ ഹാൻഡിൽ എന്താ ചെയ്യുക വെച്ചാൽ ഇതവിടെ രണ്ട് സൈഡിൽ ഹാൻഡിൽ തയ്ച്ചെടുക്കുക. അല്ല ഇങ്ങോട്ട് വെച്ചിട്ട് വേണേൽ തയ്ക്കാൻ ഇതേമാതിരി ഇവിടെയും വെച്ച് തയ്ച്ചു കൊടുക്കുക. ഇവിടെ അതേമാതിരി തയ്ച്ചു കൊടുക്കുക. രണ്ട് സൈഡും തയ്ച്ച് കാണിക്കുക. അതേമാതിരി ഞാൻ തയ്ച്ചെടുത്തത് ഹാൻഡിൽ തയ്ച്ചെടുത്തത് ഇതേ ഒരു പീസ് എടുത്തിട്ട് അതേമാതിരി ഒരു പീസ് എടുത്തിട്ട് ഇവിടെ അങ്ങനെ വെച്ചിട്ട് ഈ സൈഡിൽ ഇതേമാതിരി വെച്ചിട്ട് ഇവിടെ അങ്ങനെ വെച്ചിട്ട് നീളത്തിൽ തയ്ച്ച് കൊടുക്കുക. ഇവിടെ ഈ അറ്റം വരെ തയ്ച്ച് കൊടുക്കുക. ഒരു തയ്യൽ നീളത്തിൽ തയ്ക്കുക. തയ്ച്ചിട്ട് കാണിച്ചാൽ ഇവിടെ ഞാനിത് അതേമാതിരി തയ്ച്ചെടുത്തു കൊണ്ടത്. ഇവിടെ അങ്ങോട്ട് മറച്ചിട്ട് തന്നെ പ്രസ് ചെയ്ത് അടിച്ചിട്ട് ഇത് ഇങ്ങനെ മറച്ചിട്ട് ഇതെവിടെ അങ്ങനെ മടക്കി കൊടുക്കുക. ഇവിടെ മടക്കിയിട്ട് ഇങ്ങനെ ഇതേമാതിരി നീളത്തിൽ ഏറ്റം വരെ തയ്ച്ച് കൊടുക്കുക. മടക്കി ഇങ്ങനെ മടക്കി ഇത് തയ്ച്ച് കൊടുക്കുക. ഇത് അതേമാതിരി ഞാൻ ഇവിടെ തയ്ച്ചെടുത്തുകൊണ്ട് കത്തിരി എടുത്തായിട്ട് ഇതവിടെ അതേമാതിരി തയ്ച്ചെടുത്തു. ഇവിടെ ഈ ഭാഗത്ത് ഒരു ബോർഡർ മാറി കൊടുക്കണം. കണ്ടോ? ഇവിടെയാണ് ഈ ഭാഗത്ത് ഈ ഒരു പീസ് എടുത്തിട്ട് ഈ ഒരു പീസ് എടുത്തിട്ട് നൂലുണ്ട് ഇതിൻ്റെ മുകളിലൊക്കെ എടുത്ത് കളയണം. എടുത്തിട്ട് ഇതൊരു പീസിൻ്റെ അതിനടുത്ത് ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഇവിടെ അങ്ങനെ വെച്ച് തയ്ച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ബോർഡർ കാണുന്നില്ലേ? ഇതവിടെ അങ്ങനെ മടക്കിയിട്ട് ഇവിടെ അങ്ങനെ വെച്ച് തയ്ച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഭാഗം മടക്കിയിട്ട് അങ്ങനെ വെച്ച് രണ്ട് സൈഡും ഇങ്ങനെ തയ്ച്ച് കൊടുക്കുക. നീളത്തിൽ രണ്ട് സൈഡ് തയ്ച്ചു. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ബോർഡറുമായി ഇവിടെ അത് വരും. അങ്ങനെ തയ്ച്ചെടുക്കണം. അതേമാതിരി ഞാൻ തയ്ച്ചെടുത്ത് ഈ ബോർഡർ കണ്ടത് ഇതേമാതിരി ഇവിടെ അങ്ങനെ ഒരു ത്രെഡ് ഇട്ട് കൊടുക്കണം. അതിങ്ങനെ വലിച്ചിട്ട് ത്രെഡ് വലിച്ചിട്ട് അപ്പോൾ അതേമാതിരി നീളത്തിൽ ഒരടി തയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു അര ഇഞ്ച് വ്യത്യാസത്തിൽ ഒരു നീളത്തിൽ ഇതേമാതിരി ഒരു തയ്യലും കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ഇതുമാതിരി വരും. അപ്പോൾ അങ്ങനെ തയ്ച്ചു കൊടുക്കുക. രണ്ടിൻ്റെ മുകളിൽ തയ്ച്ചു. ഇവിടെ ഞാനിത് ത്രെഡ് ഇടാൻ വേണ്ടിയിട്ടൊരു ഇത് വെച്ചിട്ടുണ്ട്. കണ്ടോ? അല്ലെങ്കിൽ ഇതെന്താ കാര്യത്തിൽ നൂലിങ്ങോട്ട് എടുക്കുന്നതിനൊക്കെ ഉണ്ടോ ഞാൻ ഈ പൈപ്പിംഗ് വെച്ച് തയ്ച്ചു. അപ്പോൾ ഒരു ലൈന് തയ്ച്ച് കഴിഞ്ഞാൽ ഒരു അര ഇഞ്ച് ഗ്യാപ്പിൽ ഒരു ലൈനും കൂടെ തയ്ച്ച് കൊടുക്കുക. രണ്ടിൻ്റെ മുകളിലും അതേമാതിരി രണ്ട് ഭാഗത്തും അതേമാതിരി തയ്ച്ചെടുക്കുക. അതിൻ്റെ നടുക്ക് കൂടെ ഞാൻ തയ്ച്ചു കൊടുത്ത് കാണുന്നുണ്ടാവുമായിരിക്കും. കണ്ടോ? ഇതൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് തയ്ച്ചു. ഇനി മറ്റേതിൻ്റെ മുകളിലും അതേമാതിരി തയ്ച്ചെടുത്തത് ഇതേമാതിരി ഒരു പാർട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ തയ്ച്ചെടുത്തു. ഇനി അടുത്ത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിതാ ഈ ഒരു തുണി അര ഇഞ്ച് നീളത്തിൽ മടക്കി അടിച്ചു കൊണ്ട് മടക്കി ഇങ്ങനെ തയ്ച്ചു കൊടുത്തു. എല്ലാം നീണ്ടി ഇപ്പോൾ ഇവിടെ എന്താ ചെയ്യുക വെച്ചാൽ ഇത് ഈ ഭാഗമുണ്ടല്ലോ, ഈ സൈഡുണ്ടല്ലോ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഈ സൈഡിൽ അങ്ങനെ വെച്ചിട്ട് അങ്ങനെ കൊടുത്ത് ഞറിയിട്ട് കൊടുക്കുക. ഇങ്ങനെ ഞറിയിട്ട് കൊടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് എത്ര നീളത്തിൽ വരും അത്രയും നീളത്തിൽ ഈ റൗണ്ടിൽ ഫുള്ളായിട്ട് ഇതുവരെ അങ്ങനെ ഫ്രില്ലിട്ട് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അങ്ങനെ തയ്ച്ചെടുക്കുക. ഫ്രില്ലിട്ട് തയ്ച്ചെടുക്കുക. അതേമാതിരി ഞാൻ ഫ്രില്ല് വെച്ച് തയ്ച്ചെടുത്തുകൊണ്ട് ഇങ്ങോട്ട് മടക്കണം. അതേമാതിരി എല്ലാ സൈഡിലും ഫ്രില്ല് ഞറി വെച്ച് തയ്ച്ച് മൂന്ന് സൈഡും ഇതേമാതിരി തയ്ച്ചെടുത്ത് ഇനി എന്താ ചെയ്യുക വെച്ചാൽ ഇത് ഇങ്ങോട്ട് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇവിടെ അങ്ങനെ വയ്ക്കുക. എന്നിട്ട് അടുത്തൊരു പീസ് നമ്മൾ വേറൊരു പീസ് തയ്ച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ പീസ് ഇവിടെ അങ്ങനെ ജോയിൻ്റ് ആക്കി കൊടുക്കുക. കണ്ടോ? ഇവിടെ അങ്ങനെ വെച്ചിട്ട് ഈ ഞറി ഉള്ളിലേക്ക് വരാൻ നല്ലതുപോലെ വെച്ചിട്ട് ഈ പീസ് ഇവിടെ മൂന്ന് സൈഡും ജോയിൻ്റ് ആക്കി കൊടുത്ത് അപ്പോൾ അത് കഴിഞ്ഞൊരു ബാഗ് മാതിരി മൂന്ന് സൈഡും തയ്ച്ചെടുക്കുക.
അതേമാതിരി ഞാൻ ഇവിടെ തയ്ച്ചെടുത്തു കൊണ്ട് ഫ്രിഡ്ജ് ഞെറി തയ്ച്ചെടുത്ത് ഫുള്ളായിട്ട് 3 സൈഡിലും. ഇത് ഒരു കാര്യം, ഇവിടെ കുറച്ച് പ്രസ് അത് അടിച്ചാൽ നല്ലതാണ്. എന്നാൽ ഒന്നുകൂടെ ടൈറ്റായിട്ട് നല്ല ഇഷ്ടമായിട്ട് കുറച്ച് കനം കൂടുതലാണ്. എന്നാലും നമുക്കൊന്ന് തയ്ച്ച് നോക്കാം. ഇവിടെ നമ്മൾ ത്രെഡ് ഇടുന്ന സ്ഥലമാണ്, അവിടെ തയ്ക്കേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് തുടങ്ങിയിട്ട് ഒരു പ്രസ് ഒന്ന് തയ്ച്ച് കൊടുക്കുക, ഒരു ലൈന് തയ്ച്ച് കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടെ അവിടെ നല്ലതുപോലെ നിൽക്കും. ഈ ബാഗിൻ്റെ ഈ വർക്ക് ഇവിടെ കഴിഞ്ഞാൽ അതിന് ത്രെഡ് ഇട്ട് കൊടുത്തു. ത്രെഡൊക്കെ ഇട്ട് ഈ വർക്ക് അതേമാതിരി ഈ ബാഗ് കാണാൻ അതേമാതിരി ഉണ്ടാകും.